ഹലോ 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 നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു വീട് കാണിച്ചുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, ഈ വീട്ടിൽ കുറെ ആൾക്കാർ കിടക്കുന്നുണ്ട്. എന്തോ രാത്രി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലാരിറ്റി ഇച്ചിരി ശോകമായിരിക്കും. അപ്പൊ നമുക്കത് ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് നമ്മുടെ പരമാവധി സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഇലയല്ല കേട്ടോ, ഇത് വേറൊരാളാണ്. ഈ കക്ഷിയുടെ പേര് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളിത് നമ്മുടെ ഗെയിം പ്ലേ കളിച്ച് വരുന്നുള്ളൂ, നമ്മൾ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി വരുന്നുള്ളൂ. അപ്പൊ ഈ ക്യാരക്ടറുടെ പേരാന്ന് ആരാന്ന് അറിയില്ല ഗൈസ്. അപ്പൊ ഇത് ഈ പെൺകുട്ടി പെട്ടെന്ന് സ്വപ്നത്തിൽ നെട്ടി ഉണർന്നതാണ്. അപ്പൊ അതേ അവിടെ ഒരാള് നിക്കണ്ട്. അപ്പോ ആളവിടെ ഒറ്റയ്ക്ക് ഈ കാലത്ത് എന്ത് ചെയ്യാന്ന് അറിയില്ല. അപ്പൊ ഇവള് പെട്ടെന്ന് സ്വപ്നത്തിലാണ് എന്റെ. അപ്പൊ ഈ കക്ഷി വൈസ് നമ്മുടെ ഈ ഗെയിമിൽ രണ്ട് പാർട്ട് സീനുകൾ ഒരുമിച്ച് കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ എലയുടെ ഒരു ക്യാരക്ടറും കാണിക്കുന്നുണ്ട്, ഈ ചേച്ചിയുടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ ചേച്ചിയുടെ നമുക്ക് പേര് ഇതുവരെ പറയാത്ത കാര്യം നമുക്ക് ചേച്ചി തന്നെ വിളിക്കാം. ഓക്കെ, നമ്മുടെ എലയുടെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ പാർട്ട് 1 ഇട്ടുണ്ട് കേട്ടാ. എല ആരാന്ന് ചോദിച്ചറിയാത്തവരാണെങ്കിൽ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ ചേച്ചി എന്തായാലും നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവര് സംസാരിക്കണത് നമുക്ക് അതിന് തന്നെ നോക്കാം. അപ്പൊ അവള് ചോദിച്ചു, എന്തായി, ഹലോ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇവര് പറയണെന്നുള്ളത് ശ്രദ്ധിക്കാട്ടാ. ഓക്കെ ഗൈസ്, ചേട്ടൻ ചോദിക്കാണ് എങ്ങനെയുണ്ടായിരുന്നു സ്വപ്നത്തില്. അപ്പൊ അവള് പറയാണ് കുഴപ്പമില്ല, ഞാനെങ്ങാനും നടക്കണ്ടായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചേച്ചിക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറയാണ് സ്വപ്നത്തിൽ നീ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കായിരുന്നു എന്ന്. അപ്പൊ അവള് പറയാണ് ആണോ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവളതേ ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് ഇപ്പൊ, അപ്പൊ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ നമ്മുടെ ചേട്ടൻ പറയുകയാണെങ്കിൽ നീ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ, ഞാനൊരു സ്ഥലം വരെ കൊണ്ടേ കാണിച്ചു തരാം, വേറെ ആരും വിളിക്കണ്ട, ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ കൊണ്ടേ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പൊ അതേ നമ്മുടെ ഈ വാതില് തുറന്ന് രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട് ഈ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ കാലത്ത് എന്നിട്ട് പോണേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ ചേട്ടൻ സമ്മതിക്കണില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം, അതാരോടും പറയരുന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോണേ. അപ്പൊ ഈ ചേട്ടന് ഇവളെ തന്നെ ആദ്യം കാണിക്കണത് ഭയങ്കര നിർബന്ധം ഉണ്ട് കേട്ടാ. അപ്പൊ ഇവര് ഇതിന്റെ മേലെക്കൂടൊക്കെ ചാടി പോകണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, ഇവരുടെ പേര് കിട്ടാത്ത തന്നെ ചേട്ടനെ ചേച്ചിന്ന് വിളിക്കുമ്പോ കുറച്ച് ഓഫ്വേർഡായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് പേര് ഇതുവരെ കൊടുത്തിട്ടില്ലേ, പൂമോടും മെന്നെന്ന് പറയാണ് കാണിക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും ആളുടെ പിന്നാലെ പോവാം. നമുക്ക് ഒരു ഗേളുടെ ക്യാരക്ടറാണ് ഗെയിം പ്ലേ ആയിട്ട് കിട്ടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഇടയ്ക്കൂടൊക്കെയാണ് പോണേ. ഇവര് ഈ ചേട്ടൻ ഏത് വഴിക്കൂടൊക്കെയാണ് ഈ സ്ഥലം കണ്ടുപിടിക്കണേ. അപ്പൊ അതേ മരത്തിന്റെ അടിയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് നമുക്ക് കുതിര വണ്ടികളുടെ കൂടെ പോയിക്കൂടെ, എന്തിനു നടന്നു പോളീന്ന്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറയുന്നുണ്ട് അത് ശരിയാണ്, അന്നേരം നമ്മള് നടന്നു വന്നല്ലേ, അപ്പൊ നമുക്ക് പിന്നാലെ പോകാൻ നമുക്ക് എന്തായാലും വരാന്നാണ് പറയണത്. അപ്പൊ ഈ ചേച്ചി പറയണത് എനിക്ക് രാത്രി ഉറക്കമില്ലാണ്ട് നീ എഴുതിക്കൂടെ പോണ എത്രയാന്താന്ന് പറയുന്നുണ്ടാ. അപ്പൊ ഈ വഴി ഇവൻ രാത്രി കൂടെക്ക് ഈ വഴി കണ്ടുപിടിച്ചത് എല്ലാരും ഉറങ്ങണ സമയത്ത്. അപ്പൊ ഈ ചേട്ടൻ ഉറക്കം ഇതൊന്നും ഇല്ലാന്ന് തോന്നിട്ട് ഗൈസ്. അപ്പൊ ഈ ചേച്ചി പറയണ്ടേട്ടാ നിനക്ക് വല്ല പ്രാന്ത് ഉണ്ടറാന്ന്. അപ്പോൾ പറയണ്, അപ്പൊ നമ്മുടെ ചേട്ടൻ പറയാണ് എന്ത് പോടെ എനിക്ക് പ്രാന്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ചേച്ചി പറയാണ് നീ മറ്റവളായിട്ട് ബ്രേക്കപ്പ് ചെയ്യാണോന്ന്. അപ്പോൾ പറഞ്ഞു, അവൻ പറഞ്ഞു ഏയ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ വെറൈറ്റി വ്യൂ പോയിന്റിലേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്നോ ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ഇതാണ്. ഓ ഗൈസ് നോക്ക് സീൻഡാ. ഓക്കെ അത്യാവശ്യം ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ആ കുഴിയിൽ പോയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ പേര് വിളിച്ചുട്ടാ, അബിന്നാണ് നമ്മുടെ എബിന്നാണ് പേര്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. എബിന്നാണ് പേര് പറയണേ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ചേച്ചിയുടെ പേര് നമുക്ക് മാറ്റി എബിന്നാക്കാം. ഓക്കെ ഗൈസ്, ആ ചേട്ടന്റെ പേര് ഓവൻ എന്നാന്ന് തോന്നുന്നു കേട്ടോ, ഓവൻ. അപ്പൊ നമുക്ക് രണ്ടുപേരും പേര് കിട്ടിയിട്ടാ. അപ്പൊ നമുക്ക് വലിയ വിഷയമില്ല. അപ്പൊ പേര് നമുക്ക് കിട്ടിയ കാരണം നമുക്ക് ഇനി കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഓവനാണ് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് ഈ എബീനെ കൊണ്ടുവന്നവർ കാണിക്കണേ. അപ്പൊ ആരും പോകാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തിട്ടാണാവോ നമുക്ക് നമ്മുടെ ഓവൻ കാണിച്ചതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഓവന്റെ പിന്നാലെ പോവാം. അപ്പൊ ഓവന് വേറെ ലൈൻ ഉണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടെ ഭയങ്കര എന്തോ കാര്യം ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് പേരിലായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഓവൻ പറഞ്ഞ സ്ഥലത്തെത്തി തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇവൻ എന്തിട്ടാണ് കാണിക്കാൻ വന്നതെന്നുള്ളത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഓവൻ പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ നമ്മള് നേരത്തെ എലയുടെ എപ്പിസോഡിൽ കണ്ടൊരു ടൗണില്ലേ, അത് തന്നെയാണ് ഗൈസ്, ആ ഒരു ടൗൺ തന്നെയാണ് ഇത്. ഓക്കെ ഗൈസ്, നമ്മുടെ നേരത്തെ കണ്ട എലയുടെ എപ്പിസോഡിലെ ടൗൺ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഓവൻ കാണിക്കാൻ വന്നത് ഈ ഒരു ടൗണാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് ആ സോംബിയുടെ ഔട്ട് ബ്രേക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാന്ന് തോന്നുന്നു. അപ്പൊ ഇവര് വല്ല സ്റ്റേ അല്ലെങ്കിൽ തമ്പടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു ഗൈസ്.
അപ്പൊ ആ ഒരു സോംബിയുടെ ഇതിന്ന് ഇവരും രക്ഷപ്പെട്ടു, അവര് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ അവരുടെ ടൗണിലുള്ള രക്ഷപ്പെട്ട ആൾക്കാർ ചെറിയൊരു ടൗണായിട്ട് അവിടെ തമ്പടിച്ച് നിൽക്കാണ്. അപ്പോ നമ്മുടെ ഓവൻ പറയാണ് ഇതിന്റെ ഔട്ട് പോസ്റ്റ് ഒക്കെ അവിടെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കഥ കുറച്ചുകൂടി നല്ല വൈബായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കഥയിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധയായിട്ട് നിൽക്കാട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഓവൻ നമ്മുടെ അബിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിട്ട് നമ്മളിപ്പോ ചെയ്യാന്നുള്ളത്. അപ്പൊ അബി എന്താ ഔട്ട് പോസ്റ്റിന് അവിടെ എന്തൊക്കെ പ്ലാനിങ് പറയുന്നുണ്ട്. അപ്പൊ എന്തിട്ടാ ചെയ്യണ്ടേന്നുള്ളതിലാണ് ഇവര് പറയണത്. അപ്പൊ ഓവൻ പറയണ ഓക്കെ ശരി നമുക്ക് നോക്കാന്നുള്ളതിലാണ് പറയണത് അവൻ. അപ്പൊ നമ്മുടെ ഓവൻ ചോദിക്കണ്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കണ്ട. അപ്പൊ അബി പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഗൈസ്. അപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവനും നമ്മുടെ അവരുടെ ആൾക്കാരും മൊത്തം സർവൈവേഴ്സ് തന്നെയാണ്. പക്ഷെ അവർ ഈ ടൗണിൽ ആരോ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ അവൻ പറയണത് നമുക്ക് എന്തായാലും അവരെ കൂടെ പിടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അവരിൽ ഇലക്ട്രിസിറ്റിയും ഗൺസും എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന കാരണം അവിടെ അത്യാവശ്യം മെച്ചപ്പെട്ട സ്ഥലം എന്നറിയാം. അപ്പൊ അവരും അത്യാവശ്യം അപ്ഡേറ്റഡും അപ്ഗ്രേഡഡ് ആയിട്ട് തന്നെ ഇരിക്കണ്ടാവുക. നമ്മുടെ പിള്ളേരും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുട്ടാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഓവൻ പറയണത്. അപ്പൊ അതിന്റെ ഇടക്കൂടെ നമ്മുടെ ഓവൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായി. നമ്മുടെ മെലയായിട്ട് എന്തോ ഡിങ്കോൾഫി ഉണ്ടായിരുന്നു, അപ്പൊ അവള് പ്രഗ്നന്റ് ആയി. ആ കാര്യമാണ് നമ്മുടെ അഭി നേരത്തെ പറഞ്ഞപ്പോ ഓവന് ദേഷ്യപ്പെട്ടു പോയത്. അപ്പൊ മൊത്തം കോമഡിയാണ് ഗൈസ് ഇതിൽ നടക്കണത്. എന്തായാലും രസമുണ്ട് കേട്ടാ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കഥ പോണേ. അപ്പൊ ആ കാര്യം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തെറ്റിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും അന്വേഷിച്ചു വന്ന ആള് ആരാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ കഥയിൽ തന്നെ നിക്കാട്ടാ. അപ്പൊ നമ്മുടെ ഓവൻ പോവാണ് തിരിച്ച് നമ്മുടെ ലോഡ്ജിക്ക് പോവാൻ. അപ്പോ നമ്മുടെ അബി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓവൻ എന്തായാലും പോയി. അപ്പൊ അബിക്ക് നല്ല വൈരാഗ്യം ഉണ്ട് അവനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പൊ അബിൻ കൺഫ്യൂസ് ആയിട്ട് നിൽക്കണേ. അപ്പൊ നമ്മുടെ അബിൻ നമ്മുടെ ടൗണിലേക്ക് നോക്കി നിൽക്കാണ്. അപ്പൊ നമ്മുടെ അബിൻ നമ്മുടെ ഔട്ട് പോസ്റ്റും നമ്മുടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ അബിൻ നമ്മുടെ രണ്ടും കൽപ്പിച്ചതേ ഒരു ഡിസിഷൻ എടുത്തോട്ട് കഴിച്ചു. അപ്പൊ നമ്മുടെ ഓവൻ തിരിച്ച് ലോഡ്ജിക്ക് വരാൻ പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ അബിൻ ഓടി പോണ്ടിട്ടാ. എന്തൊരു സംഭവം ഒന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കട്ടാ. നമ്മുടെ അബി ഒറ്റയ്ക്ക് പോവാട്ടാ. നമ്മുടെ ഓവനോട് നമ്മുടെ പിള്ളേരൊക്കെ വിട്ടിട്ട് തെറി പറഞ്ഞുകൊണ്ട് പോവാണ്. ഒരു തിണ്ടി വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ള മൈൻഡിലാണ് നമ്മുടെ അബി പോണേ. അപ്പൊ അബി നല്ല എന്തോ ഒരു മൈൻഡ് സെറ്റിലാണ് പോണേട്ടാ. അപ്പൊ എന്തോ പ്രശ്നമായിട്ടാണ് നിക്കണേ. അപ്പൊ ഓ ഗൈസ് നമ്മുടെ കുറച്ച് പാടാണ് നമുക്ക് ചാടി എത്താൻ. ഒരു ലക്ഷം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടാ. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഗൈസ് നമ്മളിതേ ചാടി അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൺട്രോൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഇതല്ല, അന്നേരം നമ്മളിതേ പഠിച്ചു വരാണ്. ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ജസ്റ്റ് മിസ്സിനായിട്ട് രക്ഷപ്പെടുന്നത് ഇതിന്റെ. ഓക്കെ ഗൈസ് നമുക്ക് ക്രൗൾ ചെയ്ത് പോട്ടെ അടിയിൽ കൂടെ. അപ്പോൾ നല്ല ഒരു കുറേ പുതിയ ഇതിലൊക്കെ അങ്ങനെ ഇപ്പോഴാണ് പഠിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിസ് സ്ലൈഡ് ചെയ്ത് വീണുട്ടാ. അപ്പോൾ നമ്മളിതേ ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് എപ്പോഴാണ് അടിയെത്താന്ന് അറിയില്ല, കുറച്ചുകൂടി വഴിയുണ്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ ഗൈസ് അവിടെ ഒരു ഡെഡ് ബോഡി എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും തോക്ക് എടുത്തിട്ടുണ്ട്. സോംബിയാണോ മനുഷ്യനാണോ എന്ന് അറിയില്ല കേട്ടോ. ബോഡിയൊക്കെ ഐസ് ഇതായിട്ട് കിടക്കാണ്. അപ്പോ ഇവിടെ എന്തായാലും വല്ല ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറെ ബോഡിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഔട്ട് ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും നല്ല ഫൈറ്റ്. ഓക്കെ ഗൈസ് നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടെ പോവാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും വരാം ഇതിന്റെ ഇടയ്ക്കൂടെ. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടാ. എന്റെ മോന് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ നിക്കണത്. ഇതൊക്കെ സോംബീസാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ എൻ്റെ മോന് ഇപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ഗെയിം എന്തായാലും. ഓക്കെ ഗൈസ് ഒരു സോംബി കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വേഗം പിടിക്കാൻ നോക്കാം. ഓക്കെ സോംബി നല്ലൊരു അടിക്കുന്നുണ്ട്. നമ്മൾ പരമാവധി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് എടുത്ത് നമ്മളെ ടാക്കിൾ ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ് നമ്മൾ സ്ലിപ്പായി അടിക്കൂടെ ഉരുണ്ട് പോകുന്നുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ് നമ്മുടെ സോംബി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലാനുള്ള ഇതിൽ വരുന്നുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ നല്ല ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ അങ്ങനെ തോക്കെടുത്ത് വെടിവെക്കാനായിട്ട് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ വേറെ സോംബികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് നമ്മളിത് പരമാവധി നമ്മൾ വേഗം പോവാണ്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിയോയിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോളോ. അടുത്ത വീഡിയോ നമുക്ക് ശരിയാക്കി വരാം കേട്ടോ. ഓക്കെ ഗൈസ് നമ്മൾ ഇതിന്റെ മണ്ടയിൽ കൂടെ ചാടി പോകട്ടോ. ഓക്കെ ഗൈസ് ഇവിടെ അത്യാവശ്യം ഇരുട്ടാണ്. നമുക്ക് എന്തായാലും ഇവിടെ വല്ല സോംബികളുണ്ടോ നോക്കാട്ടാ. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ മിണ്ടാണ്ടിരിക്കുക. അപ്പുറത്തെ സോംബികളാണ്, നമ്മുടെ ഇവിടെ ചുറ്റും സോംബികളാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ കഥ എങ്ങനെ എലിയായിട്ട് എങ്ങനെയാ നമ്മുടെ സാമ്യം വരുമെന്ന് അറിയില്ല.
അപ്പൊ എന്തെങ്കിലും വല്ല കണക്ഷൻ ഉണ്ടാവാണ്ട് വരുമല്ലോ. എന്തായാലും നല്ല രസമായി വരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഗെയിം പ്ലേ ഇത്ര നേരം കളിച്ചിട്ട്. അപ്പൊ നമുക്കിത് എന്തായാലും അടിയിൽക്കൂടെ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ടോർച്ച് ഇരിക്കണ്ടായിട്ടാ. അപ്പൊ ഇവിടെ എന്തായാലും സോംബി ഓക്കെ ഗൈസ്, ഇതേ ഒരു സോംബി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇതേ തോക്കെടുത്ത് വെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് തോക്കിട്ട് വെടി വയ്ക്കുമ്പോൾ നമ്മുടെ ആ ഫയറിങ് ഇങ്ങനെ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ക്രോൾ ചെയ്ത് നമ്മളതിനെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം കുറച്ചുകൂടി ദൂരമാണ് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. നമ്മുടെ ഇതിൽ ടോർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ ഒരു സാധനം ഇരിക്കണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്തിട്ടാന്ന് അറിയില്ല. എന്തായാലും ഗൈസ് നമ്മളെന്തായാലും വീണ്ടും അകത്ത് കയറിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം. ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വല്ല ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ ലൊക്കേഷനിലേക്ക് പോകട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിത് വേഗം പോകണം. ഇവിടെ ഒരു വീട് കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് ബോണ്ടായി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയണ പോലെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ അത് കേൾക്കാനുള്ള ഒരു ലിസണിങ്ങിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയി ഗ്രാബ് ചെയ്ത് അവളെ കൊല്ലാട്ടോ, കഴുത്തറത്ത് തന്നെ കൊല്ലാം. ഓക്കെ ഗൈസ്, നമ്മൾ വെടി വെക്കണില്ല. എന്തായാലും ഇവിടെ അടുത്ത് കുറേ സോംബീസ് ഉണ്ടാവും. നമുക്ക് പരമാവധി നമ്മുടെ ഉണ്ടയും ഇതൊക്കെ സേവ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ കില്ലാടി തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇത്ര സോംബീസ് ഉള്ള സ്ഥലത്ത് ഇത്ര സർവൈവ് ചെയ്യണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കില്ലാടി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരും പിന്നെ അവരുടെ ആൾക്കാരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ലൂട്ട് ചെയ്യാനൊന്നും ഇല്ല. നമുക്ക് എന്തായാലും അടിക്ക് പോകട്ടെ. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഗെയിം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ദേ നമ്മുടെ അടിയിൽ ഇതേ സോംബികളുണ്ട്. നമ്മളിത് പരമാവധി കൈ കൊണ്ട് തന്നെ കൊല്ലാണ്. നമ്മൾ വെടി വെച്ച് കൊന്നു കഴിഞ്ഞാൽ സോംബികൾ ഓക്കെ അതിന് മോന്ത കണ്ട ഭയങ്കര ക്രീപ്പിയാണ് കേട്ടോ. സോംബീസ് അല്ലെങ്കിലും ക്രീപ്പി ആയിരിക്കും. നമ്മൾ വെടി വെച്ച് കഴിഞ്ഞാൽ കുറേ സോംബികൾ വരും. അപ്പോൾ നമുക്ക് പരമാവധി കൈ കൊണ്ട് തന്നെ കൊല്ലാൻ പറ്റുന്ന കൊല്ലാം. ഓക്കെ ഗൈസ്, ഇവിടെ ലൂട്ട് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കട്ടെ, ഇനി സോംബീസ് വരുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഇതേ പുറത്തൊരു സോംബി ഉണ്ട്. നമുക്ക് എന്തായാലും തല നോക്കി വെടി വയ്ക്കാം കേട്ടോ. കുട്ടികളെ തലയ്ക്ക് വെടി വെച്ചാൽ പെട്ടെന്ന് ചാവുന്നതാണ്. ഓക്കെ ഗൈസ്, ദേ ഇവിടെ ഗണ്ണിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇനി പോട്ടാ. ഓക്കെ ഗൈസ്, നമ്മളിത് ചാടി. ഓക്കെ ഗൈസ്, അവിടെ ഒരു സോംബി ഉണ്ട് കേട്ടോ. അവിടെ ഒരു സോംബി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി അതിൻ്റെ പിന്നാലെ പോയി വെടി വയ്ക്കാം കേട്ടോ അവനെ. ഓക്കെ ഗൈസ്, നമ്മളത് ഇങ്ങനെ കഴുത്താറ തന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ചാവടാ. ഓക്കെ ഗൈസ്, അവനങ്ങനെ ചത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കിനി പോവാട്ടോ. എന്തോരം സോംബികളുണ്ടെന്ന് അറിയില്ല. നമുക്ക് പരമാവധി നമുക്ക് സോംബികളെ കൊല്ലാൻ നോക്കാം. ഗൈസ്, ഇവിടെ ഒരു സോംബി ഉണ്ട്. നമ്മളിത് കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു സോംബി കൂടി ഉണ്ട് കേട്ടോ. നമ്മളത് വെടി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ദേ ഈ സോംബി അത്യാവശ്യം നല്ല പവറുള്ള സോംബിയാണ്. ഇവിടെ പേരുന്നായിരുന്നു ഗൈസ്. അബിയും അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള പെങ്കുച്ച കേട്ടാ. അവളുടെ ഇടി കണ്ടില്ലേ, ഇടിപ്പിച്ച് ചത്തുപോയിട്ടാ. ഗൈസ്, നമ്മൾ നേരത്തെ ഒരു സോംബിനെ വെടി വെച്ച് ഇവിടെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോകട്ടെ. അതിൻ്റെ അടിയിൽ കൂടെ ഇനി വേറെ സോംബീസ് വരുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ട്ടാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ശരി, ബൈ.